നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആൻഡോ കല്ലേരി. ആദ്യം പ്രധാന വാർത്തകൾ. കാണാതായ കല്ലൂർ സ്വദേശിയുടെ മൃതദേഹം ഭരതയിലെ പഴയ പാറമടയിലെ വെള്ളക്കെട്ടിൽ കണ്ടെത്തി. പൂണിശ്ശേരി പണക്കാരൻ ഷാജുവാണ് മരിച്ചത്. വെള്ളിയാഴ്ച കേരളത്തിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ സാധാരണയേക്കാൾ 2 മുതൽ 3 വരെ ഡിഗ്രി സെൽഷ്യസ് താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ വികസന സെമിനാർ KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. മുരുക്കുങ്ങൽ പുത്തനോളിയിൽ കാലപ്പഴക്കം മൂലം ശുചിയാവസ്ഥയിലായ കോടാലിപ്പാടം മൈക്രോ വാട്ടർ ഷെഡ് അസോസിയേഷൻ ഓഫീസ് കെട്ടിടം പഞ്ചായത്ത് ഏറ്റെടുത്ത് അറ്റകുറ്റപ്പണി നടത്തണമെന്ന് ആവശ്യം ഉയരുന്നു. സർവകാല റെക്കോർഡിൽ തുടർന്ന് സ്വർണ്ണവില. ഒരു പവൻ സ്വർണത്തിന്റെ വിപണി വില 63,440 രൂപയാണ്. വിശദമായ വാർത്തകളിലേക്ക്. കാണാതായ കല്ലൂർ സ്വദേശിയുടെ മൃതദേഹം ഭരതയിലെ പഴയ പാറമടയിലെ വെള്ളക്കെട്ടിൽ കണ്ടെത്തി. കല്ലൂർ പൂണിശ്ശേരി പണക്കാരൻ വീട്ടിൽ 38 വയസ്സുള്ള ഷാജുവാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാവിലെ മുതൽ കാണാതായ ഷാജുവിനെ പറ്റിയുള്ള അന്വേഷണം നടക്കുന്നതിനിടെയാണ് വ്യാഴാഴ്ച രാവിലെ പാറമടയിൽ മൃതദേഹം കണ്ടെത്തിയത്. ബന്ധുക്കൾ സ്ഥലത്തെത്തിയാണ് മൃതദേഹം ഷാജുവിന്റേതെന്ന് സ്ഥിരീകരിച്ചത്. പുതുക്കാട് പോലീസും പുതുക്കാട് അഗ്നിരക്ഷാ സേനയും ചേർന്ന് മൃതദേഹം പുറത്തെടുത്തു. ഷാജു അവിവാഹിതനാണ്. ചേനൻ അമ്മിണി ദമ്പതികളുടെ മകനാണ്. ബാബു, സിന്ധു, ഉമ, സുധ, സുജ, സുനിത എന്നിവർ സഹോദരങ്ങളാണ്. കേന്ദ്ര ബജറ്റ് ജനദ്രോഹപരമാണെന്ന് ആരോപിച്ച് കേരള കർഷക സംഘം, കർഷക തൊഴിലാളി യൂണിയൻ, CITU കൊടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടകരയിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. CITU ജില്ലാ സെക്രട്ടറി PK ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം കൊടകര ഏരിയ പ്രസിഡന്റ് CM ബബീഷ് അധ്യക്ഷനായി. KSKTU സംസ്ഥാന കമ്മിറ്റി അംഗം KJ ഡിക്സൺ, PR പ്രസാദൻ, EK അനൂപ്, PC ഉമേഷ്, MK മോഹനൻ എന്നിവർ പ്രസംഗിച്ചു. വലിയ പ്രതിഷേധം ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഇന്ത്യയിലെ സംഘടിത തൊഴിലാളി പ്രസ്ഥാനമായ CITU, രാജ്യത്തെ കർഷകന്റെ വിമോചന പ്രസ്ഥാനമായ കർഷക സംഘം കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ വികസന സെമിനാർ KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ, നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു, വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ്, തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ്, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ടെസ്സി ഫ്രാൻസിസ്, ആരോഗ്യ വിദ്യാഭ്യാസകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സജിത രാജീവൻ, വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ അൽജോ പുളിക്കൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ MR രഞ്ജിത്ത്, VK മുകുന്ദൻ, ഷീല ജോർജ്, പോൾസൺ തെക്കുംപീടിക, മിനി ഡെന്നി പനോക്കാരൻ, EK സദാശിവൻ, ഹേമലത നന്ദകുമാർ, TK അസൈൻ, ടെസ്സി വിൽസൺ, സതി സുധീർ, സെക്രട്ടറി KC ജിനീഷ് എന്നിവർ പ്രസംഗിച്ചു. നടപടിക്രമങ്ങളിലൂടെ നിങ്ങൾ തയ്യാറാക്കിയിട്ടുള്ള രേഖ ഇവിടെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ചർച്ചയും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് നിരവധിയായ പദ്ധതികൾ ഇവിടെ ആവിഷ്കരിച്ച് കേരളത്തിന് തന്നെ വളരെ മാതൃകയായി കേരളത്തിലെ ഒരു തദ്ദേശ സ്ഥാപനം എന്ന നിലയിൽ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്തുകളുടെ ഈ ഘട്ടത്തിലെ പ്രവർത്തനം കൂട്ടിയിരിക്കുന്നു. 25 ഡിസംബർ മാസത്തോടെ പുതിയ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ നിലവിൽ 25 വർഷം പിന്നിലാണ്. ഇതിലിരിക്കുന്ന അധികാരം ജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു. നമ്മുടെ പഞ്ചായത്തിൽ കിട്ടിയ അധികാരവും സ്വത്തും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ജനകീയാസൂത്രണ സ്ഥാനമാണ്. മറ്റത്തൂർ പഞ്ചായത്തിലെ മുരുക്കുങ്ങൽ പുത്തനോളിയിൽ കാലപ്പഴക്കം മൂലം ശുചിയാവസ്ഥയിലായ കോടാലിപ്പാടം മൈക്രോ വാട്ടർ ഷെഡ് അസോസിയേഷൻ ഓഫീസ് കെട്ടിടം പഞ്ചായത്ത് ഏറ്റെടുത്ത് അറ്റകുറ്റപ്പണി നടത്തണമെന്ന് ആവശ്യം ഉയരുന്നു. മറ്റത്തൂർ പഞ്ചായത്തിലെ തെരഞ്ഞെടുത്ത പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് 22 വർഷം മുമ്പ് നടപ്പാക്കിയ മണ്ണ് ജല സംരക്ഷണ പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ചതാണ് പുത്തനോളിയിലെ മൈക്രോ വാട്ടർ ഷെഡ് അസോസിയേഷൻ കെട്ടിടം. തുറന്ന മീറ്റിംഗ് ഹാളും ഇതോടനുബന്ധിച്ചുള്ള ഓഫീസും ഉൾപ്പെടുന്ന കെട്ടിടത്തിലാണ് അടുത്ത കാലം വരെ വാർഡിലെ ഗ്രാമസഭ വിളിച്ചുകൂട്ടിയിരുന്നത്. കുട്ടികൾക്കും അമ്മമാർക്കും പ്രതിരോധ കുത്തിവയ്പ് നടത്തുന്നതിനും ഈ സ്ഥലം ഉപയോഗപ്പെടുത്തിയിരുന്നു. മേൽക്കൂരയിലെ ഷീറ്റുകൾ തുരുമ്പിച്ച് നശിക്കുകയും ചോർച്ച അനുഭവപ്പെടുകയും ചെയ്തതോടെ 1 വർഷത്തോളമായി കെട്ടിടം അടഞ്ഞുകിടക്കുകയാണ്.
ഇത് പഞ്ചായത്ത് ഏറ്റെടുത്ത് നവീകരിക്കുകയാണെങ്കിൽ വാർഡിലെ ഗ്രാമസഭ ചേരാനും വയോജനങ്ങൾക്ക് ഒത്തുകൂടാനും സൗകര്യമുള്ള ഇടമായി മാറ്റാനാകുമെന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത്. ഇതിനായി വാർഡിലെ ജനങ്ങളുടെ ഒപ്പുശേഖരണം നടത്തി അധികൃതർക്ക് അപേക്ഷ നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് നാട്ടുകാർ. കോടാലിപ്പാടം മൈക്രോ വാട്ടർഷെഡ് പദ്ധതിയുടെ കീഴിലുള്ള ഈ കെട്ടിടം വർഷങ്ങളായി ബന്ധപ്പെട്ട ആളുകൾ ശ്രദ്ധിക്കാതെയും നോക്കാത്തതിന്റെ ഭാഗമായി നശിച്ച് നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ മറ്റത്തൂർ പഞ്ചായത്തിലെ 4-ാം വാർഡിന്റെ ഗ്രാമസഭയും അതുപോലെ തന്നെ കുടുംബശ്രീയുടെ വാർഡ് തല യോഗം എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു സ്ഥാപനമാണിത്. എന്നാൽ ഇതിൽ നിന്ന് നശിച്ച് നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ നാട്ടുകാരുടെ അഭിപ്രായം ഇത് ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്ത് നവീകരിച്ച് ഇപ്പോഴത്തെ പൊതു ആവശ്യത്തിന് വേണ്ടി വിനിയോഗിക്കണമെന്നാണ്. പുതുക്കാട് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ സോളാർ ഉൽപ്പന്ന വിപണന വായ്പാ മേള സംഘടിപ്പിച്ചു. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. പുതുക്കാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് രാജു തളിയപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ഊർജ്ജമിത്ര പുതുക്കാട് ഡയറക്ടർ CR ജയരാജൻ പദ്ധതി വിശദീകരണം നടത്തി. പുതുക്കാട് സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ, ബാങ്ക് മേള അംഗങ്ങൾ, സഹകാരികൾ എന്നിവർ സന്നിഹിതരായിരുന്നു. മാർച്ച് മാസം അവസാനം വരെ ഈ സേവനം പുതുക്കാട് സർവീസ് സഹകരണ ബാങ്കിൽ ലഭ്യമാണ്. വിവിധ സാധന സേവനങ്ങൾ വാങ്ങുമ്പോൾ 5000 രൂപ വരെയുള്ള പ്രത്യേക ആനുകൂല്യങ്ങളും ലഭിക്കും. ഊർജ്ജ കടയുടെയും ഉദ്ഘാടന ചടങ്ങിലേക്ക് നമ്മുടെ ബാങ്കിന്റെ പ്രസിഡന്റ് രാജു തളിയപ്പറമ്പിൽ സ്വാഗതം ചെയ്തു. പുതുക്കാട് സർവീസ് സഹകരണ ബാങ്കും അതുപോലെ തന്നെ ഊർജ്ജമിത്ര എന്ന സോളാർ വിതരണ ഏജൻസിയും കൂടി ചേർന്നുകൊണ്ട് ബാങ്കിൻ്റെ അംഗങ്ങൾക്ക് വായ്പയിലൂടെ സോളാർ ഉൽപ്പന്നങ്ങൾ, സോളാറിൻ്റെ വിവിധങ്ങളായ സാധനങ്ങളൊക്കെ വിതരണം ചെയ്യുന്ന പരിപാടിയാണ് ഇപ്പോൾ നമ്മൾ വിതരണം ചെയ്യുന്നത്. ഒരു വായ്പാ മേള പുതുക്കാട് സഹകരണ ബാങ്ക് സംഘടിപ്പിക്കുകയാണ്. അത് നമ്മൾ 10% മാത്രമാണ് അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് വായ്പയ്ക്കുള്ളത്. അളഗപ്പനഗർ പഞ്ചായത്തിലെ 11-ാം വാർഡിൽ കാളക്കല്ല് പുളിഞ്ചോട്ടിൽ കൈതക്കുളം പുനരുദ്ധാരണ പദ്ധതിയുടെയും കൈതക്കുളം കുടിവെള്ള പദ്ധതിയുടെയും ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിച്ചു. അളഗപ്പനഗർ പഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു. പഞ്ചായത്ത് സെക്രട്ടറി PB സുഭാഷ്, KV സുരേഷ്, പഞ്ചായത്ത് അംഗം അശ്വതി പ്രവീൺ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ, വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പ്രിൻസി ഡേവിസ്, പഞ്ചായത്ത് അംഗങ്ങളായ VK വിനീഷ്, PS പ്രിജു, നിമിത ജോസ് എന്നിവർ പ്രസംഗിച്ചു. 75 ലക്ഷം രൂപ ചെലവിലാണ് പദ്ധതി നടപ്പിലാക്കിയത്. ഈ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. 2 കുളങ്ങളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി ഏതാണ്ട് ഒരു 77 ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. ഇനി ഒരു കുളത്തിന്റെ നിവേദനം എസ്റ്റിമേറ്റ് അടക്കം വന്നിട്ടുള്ളത്. അതെ, അപ്പോ നമുക്ക് പരമാവധി നമ്മുടെ പഞ്ചായത്തിലെ കുളങ്ങളൊക്കെ തന്നെ നന്നാക്കി എടുക്കാം. അളഗപ്പനഗർ പഞ്ചായത്തിലെ 9-ാം വാർഡ് വരാക്കര ഉരുപ്പറക്കുളം കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ജിജോ ജോൺ, പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ പ്രിൻസി ഡേവിസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടെസ്സി വിൽസൺ, പഞ്ചായത്ത് അംഗം പ്രിജു, പഞ്ചായത്ത് സെക്രട്ടറി സുഭാഷ്, മുൻ അംഗം പ്രേമവല്ലി, MP വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. ടിജോ കിഴക്കൂടൻ, സൗമ്യ ബിജു, സുനി വർഗീസ്, ഷാജു, ഷീജ, വിജയൻ എന്നിവർ നേതൃത്വം നൽകി. വരാക്കര പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന ഏകദേശം 100ഓളം കുടുംബങ്ങൾക്ക് ഇതിൽ നിന്നും വെള്ളം ലഭിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ആദ്യഘട്ടമായി 50ഓളം വീട്ടുകാർക്ക് പൈപ്പ് കണക്ഷൻ പൂർത്തിയായതായും അവരുടെ എല്ലാ വീടുകളിലേക്കും ടാങ്കിൽ നിന്നുള്ള വാൽവ് തുറന്ന് വെള്ളം നൽകി ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. ടാങ്ക് നിർമ്മാണത്തിനായി സ്ഥലം വിട്ടു നൽകിയ ടോമി ചെമ്മിഞ്ചേരിയുടെ മാതാവ് അമ്മിണിയെ ചടങ്ങിൽ ആദരിച്ചു. പുതിയ കുടിവെള്ള പദ്ധതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പുതിയ കുടിവെള്ള പദ്ധതിയുടെ കണക്ഷനാണ് ഈ ഭാഗത്തുള്ളവർക്കും അതുപോലെ നമ്മൾ ആ ഭാഗത്തുള്ളവർക്കും കൊടുക്കാൻ ഉദ്ദേശിച്ച് ലൈനൊക്കെ വെച്ചാണ്. അപ്പോൾ നമുക്ക് പേർച്ചിക്കുന്ന കുടിവെള്ള പദ്ധതി ഇപ്പോൾ ഏകദേശം 10 വീടിന് മാത്രമായിട്ട് ചുരുങ്ങുകയാണ്. ദേശീയ ഗെയിംസിൽ കേരളത്തിന് വേണ്ടി ആദ്യ സ്വർണ്ണ മെഡൽ നേടിയ സുഫ്ന ജാസ്മിന് സുഹൃത്തുക്കളും വീട്ടുകാരും ചേർന്ന് സ്വീകരണം നൽകി. അർജുന അവാർഡ് ജേതാവ് TV പോളി കേശ് അവാർഡ് സമ്മാനിച്ചു. പുതുക്കാട് SHO സജീഷ് കുമാർ അധ്യക്ഷനായിരുന്നു. കരിയർ മാസ്റ്റർ PV ജോൺസൺ, KR സജീവ്, SI സുനിൽ കുമാർ, കലേഷ്, അരുൺ ആന്റണി എന്നിവർ സംസാരിച്ചു. അർജുന അവാർഡ് ജേതാവ് TV പോളിയുടെ വസതിയിൽ നടന്ന ചടങ്ങിൽ സുഫ്ന ജാസ്മിന്റെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും പങ്കെടുത്തു. കോമ്പറ്റീഷന് പോയിട്ട് ഞാൻ അവിടുന്ന് 49,500 ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ കുറച്ചുകൊണ്ടിരിക്കുന്നു ബോഡി വെയിറ്റ്.
കൂടിയിട്ട് അവിടെ എത്തിയപ്പോ പിന്നെ എനിക്ക് 1.5 കിലോ 1.800 കുറയ്ക്കാൻ എന്നിട്ട് ഞാൻ 24 മണിക്കൂർ കോമ്പറ്റീഷൻ 24 മണിക്കൂർ മുമ്പ് വാട്ടറും ഫുഡ് എല്ലാം കട്ട് ചെയ്തു. ഒന്നുമില്ല. പിന്നെ 9 മണിക്ക് പിറ്റേ ദിവസം 9 മണിക്ക് വേഗം ബോഡിയിട്ട് നോക്കുന്ന സമയത്ത് 450 ഗ്രാം കൂടുതലാണ്. 1 മണിക്കൂർ ഉള്ളൂ പിന്നെ കോമ്പറ്റീഷൻ. ആ മണിക്കൂറിൽ ലാസ്റ്റ് ഓപ്ഷൻ ആയിരുന്നു ഹെയർ കട്ട് ചെയ്തു, ഫുഡ് കഴിച്ചു, വെള്ളം കുടിച്ചു, പിന്നെ കോമ്പറ്റീഷൻ ചെയ്തു. അങ്ങനെ മെഡൽ വന്നു. പുതുക്കാട് പെരുമറത്ത് ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമിയുടെ ക്ഷേത്രത്തിലെ തിറവെള്ളാട്ട് ശനിയും ഞായറും ആഘോഷിക്കും. ശനിയാഴ്ച രാവിലെ 8-ന് തിറമണ്ണാർക്ക് വരവേൽപ്പ്, 9:30 കളമെഴുത്ത്, 10:30 പഞ്ചാരിമേളം, 11:30 പ്രസാദ ഊട്ട്, ഉച്ചതിരിഞ്ഞ് 3-ന് പണിക്കരച്ചൻ നൃത്തം, വൈകിട്ട് 5-ന് കളമെഴുത്ത്, 6:30 മേജർ സെറ്റ് പഞ്ചവാദ്യം, വൈകിട്ട് 7-ന് ദീപാരാധന, 7:30 പ്രസാദ ഊട്ട്, 8:30 തിറപ്പുറപ്പാട്, 10-ന് പാനച്ചാട്ടം, 10:15 ഇരട്ടത്തായമ്പക. ഞായറാഴ്ച അർദ്ധരാത്രി 12-ന് ഓട്ടംതുള്ളൽ, 12:15 കളത്തിൽ പൂജ, 1:45 തിറയാട്ടം, 3:05 ഗുരുതി, 3:15 വിഷ്ണുമായ സ്വാമിയുടെ കൽപ്പനയും പ്രസാദ വിതരണവും, 5-ന് ശ്രീകോവിലിലേക്ക് തിരിച്ചെഴുന്നള്ളിപ്പ്, 5:30 കളമെഴുത്തുപാട്ട്, 7:30 തിറമണ്ണാർക്ക് യാത്രയയപ്പ്. ആഘോഷ പരിപാടിയോടനുബന്ധിച്ച് ക്ഷേത്രം മഠാധിപതി PK ശെൽവരാജ് ഗാനരചന നിർവഹിച്ച ഭക്തിഗീതം ആലപിച്ച ചലച്ചിത്ര പിന്നണി ഗായിക വൈക്കം വിജയലക്ഷ്മിക്ക് പെരുമറത്ത് ശ്രീ വിഷ്ണുമായ സ്വാമി സംഗീത പുരസ്കാരം നൽകി ആദരിക്കും. തിറവെള്ളാട്ട് മഹോത്സവത്തിൽ പങ്കെടുക്കുന്ന വാദികുലപതികൾക്കും സംഗീത സംവിധായകനും പുരസ്കാരങ്ങൾ നൽകി ആദരിക്കും. നമസ്കാരം, ഞാൻ വൈക്കം വിജയലക്ഷ്മി, നിങ്ങളുടെ പ്രിയ ഗായിക. തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാട് പെരുമറത്ത് ശ്രീ വിഷ്ണുമായ മഹാകാളി കുട്ടിച്ചാത്തൻ ക്ഷേത്രത്തിലെ ഭക്തിഗാനം ഞാൻ ആലപിച്ചിട്ടുണ്ട്. ഇതിന്റെ വിരുത്വം രചിച്ചിരിക്കുന്നത് ക്ഷേത്ര മഠാധിപതിയായ ശ്രീ ശെൽവരാജ സ്വാമികളാണ്. വിരുത്തത്തിനോടൊപ്പം തന്നെ ഗാനം രചനയും സംഗീതവും നിർവഹിച്ചിരിക്കുന്നത് ശ്രീ ആചാര്യ ആനന്ദകൃഷ്ണ അവറുകളാണ്. അനുഗ്രഹവും പ്രാർത്ഥനയും ഉണ്ടാകണം. ഓം ശ്രീ വിഷ്ണുമായ സ്വാമിയെ നമഃ. പാലപ്പള്ളി ഓത്തനാട് ശിവക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ശനിയാഴ്ച ആഘോഷിക്കും. രാവിലെ 5-ന് ഗണപതി ഹോമം, 6:30 ഉഷപൂജ, 8:30 ശീവേലി, 9-ന് കലശാഭിഷേകം, 10-ന് ശ്രീഭൂതബലി, ഉച്ചയ്ക്ക് 12 മുതൽ 1 മണി വരെ കാവടി, ഉച്ചതിരിഞ്ഞ് 3-ന് ശീവേലി, വൈകിട്ട് 6-ന് ദീപാരാധന, പൂമൂടൽ, ഗുരുതി, രാത്രി 11:30 ശേഷം 1 മണി വരെ കാവടി, തുടർന്ന് കൊടിയിറക്കം എന്നിവ ഉണ്ടാകും. ഗുരുവായൂർ ആധ്യാത്മിക പഠന കേന്ദ്രത്തിന്റെ രക്ഷാധികാരി ആചാര്യൻ സ്വാമി കൃഷ്ണാനന്ദ സരസ്വതിയുടെ കാർമ്മികത്വത്തിൽ പറപ്പൂക്കര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര പ്രതിഷ്ഠയ്ക്കനുസരിച്ച് സുബ്രഹ്മണ്യ സഹസ്രനാമാർച്ചന, ശിവാനന്ദ ലഹരി അർച്ചന, സൗന്ദര്യലഹരി അർച്ചന, ഹ്രസ്വനാരായണീയം, ഹ്രസ്വദേവി നാരായണീയം, ആരതി എന്നിവ നടത്തും. ക്ഷേത്ര ദർശനം 2025 ഭാഗമായി ഞായറാഴ്ച രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയാണ് ചടങ്ങുകൾ നടക്കുന്നത്. സംസ്ഥാനത്ത് സ്വർണ്ണവില വർധന തുടരുന്നു. ഒരു പവൻ സ്വർണത്തിന് 200 രൂപയാണ് വർദ്ധിച്ചത്. സർവകാല റെക്കോർഡിൽ തന്നെയാണ് ഇപ്പോഴും സ്വർണ്ണവിലയുള്ളത്. ഒരു പവൻ സ്വർണത്തിന്റെ വിപണി വില 63,440 രൂപയാണ്. ബുധനാഴ്ച 760 രൂപ വർദ്ധിച്ച് പവന്റെ വില ചരിത്രത്തിൽ ആദ്യമായി 63,000 കടന്നിരുന്നു. കഴിഞ്ഞ 3 ദിവസം കൊണ്ട് 1,800 രൂപയാണ് സ്വർണത്തിന് വർദ്ധിച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപിന്റെ വ്യാപാര നയങ്ങൾ ആഗോള വ്യാപാര യുദ്ധത്തിലേക്ക് വഴിവെക്കുമെന്ന ആശങ്ക ഉയർന്നതിനെ തുടർന്നാണ് സ്വർണ്ണവില കുത്തനെ ഉയർന്നത്. വിലയിലുണ്ടായ കുതിച്ചുചാട്ടത്തോടെ ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങണമെങ്കിൽ പണിക്കൂലിയും GSTയും അടക്കം 70,000 രൂപയോളം നൽകേണ്ടി വരും. 1 ഗ്രാം 22 കാരറ്റ് സ്വർണത്തിന്റെ വിപണി വില 7,930 രൂപയാണ്. 1 ഗ്രാം 18 കാരറ്റ് സ്വർണത്തിന്റെ വിപണി വില 6,550 രൂപയാണ്. വെള്ളിയുടെ വിലയിൽ മാറ്റമില്ല. 1 ഗ്രാം സാധാരണ വെള്ളിയുടെ വില 106 രൂപയാണ്. വെള്ളിയാഴ്ച കേരളത്തിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ സാധാരണയേക്കാൾ 2 മുതൽ 3 വരെ ഡിഗ്രി സെൽഷ്യസ് താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഉയർന്ന താപനിലയും ഈർപ്പവുമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്ക് ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22 ഡിഗ്രി സെൽഷ്യസ്.
തൊഴിലവസരങ്ങളും അറിയിപ്പുകളുമായി ഇനി അവസരജാലകം. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ എല്ലാ വനിതാ പ്രവർത്തനങ്ങളും ജാഗ്രതാ സമിതി, GRCകൾ തുടങ്ങിയ സംവിധാനങ്ങളെയും ഏകോപിപ്പിക്കുന്നതിനും ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതിനുമായി വിമൻ സ്റ്റഡീസ്, ജെൻഡർ സ്റ്റഡീസ്, സോഷ്യൽ വർക്ക്, സൈക്കോളജി, സോഷ്യോളജി എന്നീ വിഷയങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ബിരുദാനന്തര ബിരുദമുള്ളവരിൽ നിന്ന് കമ്മ്യൂണിറ്റി വുമൺ ഫെസിലിറ്റേറ്റർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. ഫെബ്രുവരി 14 വൈകിട്ട് 5 മുൻപായി സർട്ടിഫിക്കറ്റുകളുടെ കോപ്പി സഹിതം വരന്തരപ്പള്ളി പഞ്ചായത്ത് ICDS സൂപ്പർവൈസർക്ക് അപേക്ഷ നൽകണം. ഇനി ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7,930 രൂപ, പവന് 63,440 രൂപ. പുതുക്കാട് കണ്ണമ്പത്തൂർ മാട്ടിൽ തിലകൻ അന്തരിച്ചു. 56 വയസ്സായിരുന്നു. മഞ്ജുളയാണ് ഭാര്യ. മക്കൾ ആദർശ്, അർച്ചന. പുതുക്കാട് തട്ടിൽ തൃക്കൂക്കാരൻ മേരി അന്തരിച്ചു. 89 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പരേതനായ ലോനയാണ് ഭർത്താവ്. ഫ്രാൻസിസ്, ചാൾസ്, വിൽസൺ എന്നിവർ മക്കളും. എൽസി, മേരി, ഗ്രേസി എന്നിവർ മരുമക്കളുമാണ്. പുതുക്കാട് തെക്കേത്തുറവ് പള്ളം കോമ്പാറ താഴത്ത് ജോർജ് ഭാര്യ മേരി അന്തരിച്ചു. 87 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 10 പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ നടക്കും. ഡേവിസ്, ജെസ്സി, ലൂസി, ഫ്രാൻസിസ്, ലിസി, ജോസ് എന്നിവർ മക്കളും. വിജി, ഡൊമിനിക്, ജെന്നി, ജിസ്മി, പരേതനായ വർഗീസ്, ഫ്രാൻസിസ് എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. കാണാതായ കല്ലൂർ സ്വദേശിയുടെ മൃതദേഹം ഭരതയിലെ പഴയ പാറമടയിലെ വെള്ളക്കെട്ടിൽ കണ്ടെത്തി. പൂനിശ്ശേരി പണക്കാരൻ ഷാജുവാൻ മരിച്ചു. വെള്ളിയാഴ്ച കേരളത്തിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ സാധാരണയേക്കാൾ 2 മുതൽ 3 വരെ ഡിഗ്രി സെൽഷ്യസ് താപനില ഉയരാൻ സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ വികസന സെമിനാർ KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. മുരുക്കുങ്ങൽ പുത്തനോളിയിൽ കാലപ്പഴക്കം മൂലം ശുചിയാവസ്ഥയിലായ കോടാലിപ്പാടം മൈക്രോ വാട്ടർ ഷെഡ് അസോസിയേഷൻ ഓഫീസ് കെട്ടിടം പഞ്ചായത്ത് ഏറ്റെടുത്ത് അറ്റകുറ്റപ്പണി നടത്തണമെന്ന് ആവശ്യം ഉയരുന്നു. സർവകാല റെക്കോർഡിൽ തുടർന്ന് സ്വർണ്ണവില. ഒരു പവൻ സ്വർണത്തിന്റെ വിപണി വില 63,440 രൂപയാണ്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേക്ഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.